വ്യാപകമായ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം കായികമേള ആരംഭിച്ചിരിക്കുകയാണ്. ഒളിമ്പിക്സ് മാതൃകയിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. വലിയ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് ഗെയിംസ് മത്സരങ്ങളിൽ തന്നെ. ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞു, ഇന്നിപ്പോൾ വേദികൾ ഉണർന്നു, മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. മഴ ഒന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ പൂർണ്ണമായി ഇൻക്ലൂസീവ് സ്പോർട്സ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ജനറൽ സ്പോർട്സും ഗെയിംസും ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ചെറിയൊരു മഴ പെയ്തു, അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ വിസിറ്റാണല്ലോ, അത് കാരണം നമ്മുടെ ട്രാഫിക്കിൻ്റെ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ചില മത്സരങ്ങൾ ഒരു 10-15 മിനിറ്റ് താമസിച്ച് തുടങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാ മത്സരങ്ങളും കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. നല്ല മത്സരം നടക്കുകയാണ്. ഇതുവരെ ഇത്രയും മഴയും ഒക്കെ ഉണ്ടായിട്ട് പോലും ഒരു പരാതിയും വന്നിട്ടില്ല. ഇന്നലെ നടന്ന ഉദ്ഘാടന സമ്മേളനം തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് നടന്നതിൽ ഏറ്റവും വലിയ അത്യുജ്വലമായിട്ടുള്ള പ്രകടനമാണ്. അതിൻ്റെ അച്ചടക്കത്തിലും അതിൻ്റെ ആ പ്രോഗ്രാമുകളുടെ നിലവാരത്തിലും ആശയത്തിലും ആ ഗാനം തന്നെ കുട്ടികളാണല്ലോ എഴുതിയതും ചിട്ടപ്പെടുത്തിയതും പാടിയതും ഒക്കെ തന്നെ. അതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ. ഈ മഴ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു ബുദ്ധിമുട്ട് മഴയുടെ ഭാഗത്തു നിന്നായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ മാറി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ വേദികളുടെ കാര്യങ്ങളും മറ്റ് ചെറിയ മാറ്റങ്ങൾ ഇന്ന് രാവിലെയൊക്കെ വന്നിരുന്നു. അതൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അത് അവരെയൊക്കെ അറിയിച്ച് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്വാഗതഗാനം പ്രൊഫഷണലായിട്ട് ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ 25 ലക്ഷം രൂപ നമ്മളെ ഇത് മാറിക്കിട്ടുമായിരുന്നു. നമുക്ക് ഒരു പൈസ ചിലവായില്ല. നമ്മുടെ കുട്ടികൾ ഒരു വലിയ പ്രൊഫഷണൽ എഴുത്തുകാരും സംവിധായകരും ചെയ്യുന്നേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് നമ്മളെ കുട്ടികൾ എഴുതി സംഗീത സംവിധാനം ചെയ്തത്. പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട്. അത് അവർ ടീം മാനേജർമാരെല്ലാം അറിയിച്ച് കാര്യങ്ങൾ ചെയ്യും. ഈ 25,000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മേള അതിൻ്റെ ആദ്യ റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു. നാളെയാണ് അത്ലറ്റിക്സ് മത്സരങ്ങളുടെ തുടക്കം. എങ്ങനെയായിരിക്കും ഈ അത്ലറ്റിക്സ് മത്സരങ്ങളുടെ ഒരു ക്രമീകരണങ്ങളെല്ലാം? അല്ല, അത് ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലാണ്. അതിൻ്റെ നടത്തിപ്പിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ആയിക്കഴിഞ്ഞു. പുതിയ റെക്കോർഡ്സ് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം കൊച്ചിയിലും പുതിയ റെക്കോർഡ് വന്നു, പഴയ റെക്കോർഡിനെ ഭേദിച്ചു. ഇപ്രാവശ്യം അത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിനിസ്റ്റർ, ഈ പ്രൈസ് മണിയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 1ാം സ്ഥാനക്കാർക്കും 2ാം സ്ഥാനക്കാർക്കും സ്കൂളിനെല്ലാം. പിന്നെ ഒപ്പം തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു പ്രൈസ് മണി, ഇൻഡിവിജ്വൽ പ്രൈസ് മണിയിൽ ഒരു വർധനവ് അത് വരുത്തിയിട്ടില്ല. അപ്പോൾ അത് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തന്നെയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്താ അതിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത വരുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്പോർട്സ് ഓർഗനൈസറോട് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ കഴിയുന്ന എല്ലാം സാമ്പത്തിക ബാധ്യതയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ വോളിബോളിൻ്റെ നാഷണൽ ക്യാമ്പിലെത്തേക്ക് കേരളത്തിൽ നിന്ന് 9 കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് 26-ാം തീയതി അവിടെ ക്യാമ്പിൽ ജോയിൻ ചെയ്യണം. ടിക്കറ്റ് കിട്ടുന്നില്ല. ഇന്ത്യൻ റെയിൽവേ നമ്മുടെ കായിക താരങ്ങളോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത്. അവർക്കുണ്ടായിരുന്ന റിസർവേഷനും പരിഗണനയും ഒക്കെ തന്നെ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ സ്പോർട്സ് ഓർഗനൈസറും അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരും വന്നു. ഈ കുട്ടികൾക്ക് 26-ാം തീയതി ജോയിൻ ചെയ്തില്ലെങ്കിൽ അവർ ക്യാമ്പിൽ നിന്ന് ഔട്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടിയുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും കുട്ടികൾ പ്രതീക്ഷിക്കാം ഈ 2ാം ഒളിമ്പിക്സ് മാതൃകയിലുള്ള സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അവർക്കൊരു ഇൻഡിവിജ്വൽ പ്രൈസ് മണിയുടെ വർധനവ് അല്ലേ? ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഗൗരവമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. താങ്ക് യു മിനിസ്റ്റർ.